My dear beautiful souls, welcome back to our channel Healing Angels Blood Tarot Malayalam. നമ്മളിപ്പോൾ എന്താ പറയുക, ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഞാൻ എപ്പോഴും പറയാനും റീഡിങ്സിന് പ്രത്യേകിച്ച് ടോപ്പിക്സും കാര്യങ്ങളോ ഒന്നുമില്ല. എനർജി വോയിസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് റീഡിങ്ങിൻ്റെ സ്പ്രെഡ് എടുത്തിട്ട് എന്താണ് ഔട്ട്കം കിട്ടുക അതാണ് നമ്മൾ ടൈറ്റിലായിട്ട് കൊടുക്കുക. എങ്ങനെ നോക്കിയാലും ഫീലിങ്സും തോട്ട്സും സിറ്റുവേഷൻസും മാത്രമേ ഇതിനകത്ത് കിട്ടുള്ളൂ. സോ അതുകൊണ്ട് പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കായിട്ട് പറയാം കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്നാണ്. സോ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനാണ്, നോ കോൺടാക്റ്റ് ആണ്, ലെസ് കോൺടാക്റ്റ് ഒക്കെ ആണെങ്കിൽ ആ ഒരു പേഴ്സണെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും റിസണേറ്റ് ആവില്ല. നിങ്ങൾക്ക് റിസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഓക്കെ, എന്താ പറയുക, ഇതിനകത്ത് ജനറൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എനർജീസ് വരും. നെഗറ്റീവ് തോട്ട്സോടെയും പോസിറ്റീവ് മൈൻഡോടെ ഇന്ന് കാണുന്നവരൊക്കെ ഉണ്ടാവും. സോ എല്ലാം കൂടി മിക്സ്ഡ് എനർജിയിലായിരിക്കും നമ്മുടെ റീഡിങ്സിൽ ഔട്ട്കം വരണ്ടാവുക. അപ്പോൾ പോസിറ്റീവ് മൈൻഡോടെ ഇരുന്നിട്ട് കണ്ട പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഔട്ട്കം, നെഗറ്റീവ് തോട്ട്സോടെ ഇരുന്ന് കണ്ട നെഗറ്റീവ് ഔട്ട്കം ആയിരിക്കും കിട്ടണ്ടാവുക. റീഡിങ്സ് ഇടണില്ല മാം, ഇത് എവിടെ പോയി, എന്ത് പറ്റി, മാമിന് വയ്യേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ഞാൻ വായിച്ചു. എനിക്ക് ഒരു കുഴപ്പമില്ല, സത്യത്തിൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, ഓക്കെയാണ്, എല്ലാം സെറ്റായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. പക്ഷേ റീഡിങ് എടുക്കാൻ പറ്റണില്ല കുറച്ച് ദിവസമായിട്ട്. മീൻസ് ഭയങ്കര ഉറക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്. സോ എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. എനിക്കൊരു കുട്ടി എപ്പോഴും മെസ്സേജ് അയക്കുന്ന ഒരു കുട്ടിയുണ്ട്, ആളോടാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല, ചേച്ചി ഇവിടെ ഹാപ്പിയാണ്, പക്ഷേ ഉറക്കത്തിന് ചെറിയ ഇഷ്യൂ. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്സ് നോക്കാം. ചെറിയൊരു റീഡിങ് ആയിരിക്കും. നമ്മളിപ്പോൾ മോർണിംഗ് തോട്ട്സും ഈവനിങ് തോട്ട്സും ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഇടയ്ക്കൊരു ചെറിയ റീഡിങ്, ലോങ് റീഡിംഗ് ആയിട്ട് എടുക്കണില്ല. കാരണം എല്ലാവർക്കും കണ്ടിരിക്കുമ്പോൾ ബോറടിക്കും. ഞാനിങ്ങനെ സംസാരിക്കണമെങ്കിൽ പോലും ഒരുപാടാകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, കാണാനുള്ള ടൈം ചിലർക്ക് കിട്ടാമെന്നില്ല. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. പ്ലീസ് ഗൈഡ് മീ ഡിയർ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ജസ്റ്റ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? നമുക്കാദ്യം നിങ്ങളുടെ ഫീലിങ്സ് എടുക്കുക, അഗൈൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കാം. നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് പറഞ്ഞാലാണ് നിങ്ങൾക്കത് നിങ്ങളുമായിട്ട് റിസണേറ്റ് ആവണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെ റീഡിങ്സ് നോക്കിയിട്ട് അഗൈൻ നമുക്ക് നിങ്ങളുടെ പേഴ്സണെ നോക്കാം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ യൂണിവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്? 2 കാർഡ്സ് വീണിട്ടുണ്ട്. സോ 2 കാർഡും ഞാൻ എടുക്കുവാണ്. അരെ വാ, ഫസ്റ്റ് വന്നേക്കുന്ന കാർഡ് 2 ഓഫ് സോർഡ്സിൻ്റെ കാർഡ്, അഗൈൻ നമുക്ക് 2 ഓഫ് വാൻസിൻ്റെ കാർഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു തീരുമാനം എടുക്കാൻ വയ്യ. നിങ്ങൾ ഈ കണക്ഷൻ വിട്ടിട്ട് പോകണോ അതോ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഇനിയും നിൽക്കണോ എന്നൊരു തീരുമാനമില്ലാതെയാണ് നിൽക്കുന്നത്. ഒരു മിനിറ്റ്, തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. സോ നിങ്ങൾക്ക് ഇതൊരു അൺക്ലിയർ പാത്തായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു കണക്ഷൻ വേണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും നിങ്ങളിത് ഹോൾഡ് ബാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ എന്താ പറയുക, ഈ ഒരു കണക്ഷൻ വേണ്ട, മൊത്തത്തിൽ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ നല്ല രീതിക്ക് ഡൗൺ സിറ്റുവേഷൻ ആണ്. ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക തീരുമാനം എടുക്കാം, പക്ഷേ നിങ്ങളത് എടുക്കാൻ തയ്യാറല്ല. ഈ ഒരു കണക്ഷനിൽ ഒരുപാട് ഒബ്സ്റ്റിക്കൽസും ചലഞ്ചസും നിങ്ങൾ നേരിടേണ്ടതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് 2 എന്താ പറയുക, നമുക്കറിയാം 2 സോർട്സ് കൊണ്ട് 2 ഡിസിഷൻ ഉണ്ട്. അതായത് 2 തരത്തിൽ, ഒന്നില്ലെങ്കിൽ ഇതിനകത്ത് കൂടുതലും ഐ തിങ്ക് എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു മാരിറ്റൽ അഫെയർ ആണ് കാണാൻ പറ്റുന്നത്. അതായത് കല്യാണം കഴിഞ്ഞും ഉള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഒപ്റ്റിക്കൽസും ചലഞ്ചസും കാണാൻ വരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു കണക്ഷൻ വേണ്ടാന്ന് വെച്ചിട്ട് മൂവ് ചെയ്യാനൊക്കെ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് പറ്റണില്ല. എഗെയിൻ നമുക്കൊരു 2 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ പലർക്കും ഇപ്പോൾ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടാവും. സിംഗിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയൊരു മാരേജോ അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പോ വന്നിട്ടുണ്ടാവാം. അതേപോലെ തന്നെ കുറേ വിഭാഗം ആൾക്കാർ അങ്ങ് എന്താ പറയുക, ഈ മാരിറ്റൽ അഫെയറിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനെ നല്ല രീതിക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് നിങ്ങൾ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വരും. നിങ്ങളിവിടെ ആ ഒരു പേഴ്സണെ കുറിച്ചുള്ള ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ ആലോചിക്കുന്നുണ്ട്. മീൻസ് നിങ്ങളിപ്പോൾ ഈ ഒരു കണക്ഷനിൽ നിൽക്കണില്ല, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്ന് കാണിക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക കൺസിഡർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ആ ഒരു പേഴ്സൺ. നിങ്ങളിവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടാവാം,
ഇപ്പം നിങ്ങൾ കറൻ്റ് ഒരു ഡിസിഷൻ എടുക്കാണ്ട് അങ്ങനെ ഒരു മൂമെൻറ്റിലാണ് പോണേന്നുണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്തൊരു ഡിസിഷൻ കൊണ്ടുവരണുണ്ടാവാം. ഇതാണ് നിങ്ങളുടെ എനർജി. ഈ ഒരു എനർജി ആണെങ്കിൽ മാത്രം ബാലൻസ് റീഡിംഗ് ആണ്. അതർവൈസ് എന്നും പറയാനുള്ള സ്കിപ്പ് ചെയ്തു പോവാം. പ്ലീസ് ഗൈഡ് മീ divine, പ്ലീസ് ഗൈഡ് മീ universe, പ്ലീസ് ഗൈഡ് മീ angels. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, സിറ്റുവേഷൻ, തോട്ട്സ് എന്താണ്? ലോങ് റീഡിങ് ആക്കിയില്ല, ചെറിയ റീഡിങ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. 3 കാർഡ്സ് ഇവിടെ വീണിട്ടുണ്ട്. 3 കാർഡ്സ് നമുക്ക് എടുക്കാം. 1-2 കാർഡ്സും കൂടി എടുത്തിട്ട് റീഡ് ചെയ്യാം. റീഡിങ്സ് കാണാണ്ടായപ്പോൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച ആളുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കാണാണ്ടായപ്പോൾ അന്വേഷിച്ചതിന്. പക്ഷേ നല്ല രീതിക്ക് ഞാനും ഡൗൺ ആയതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, റീഡിങ്ങിന് ആവശ്യമുള്ളവർ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, ആരും കോൾ ചെയ്തിരുന്നു. എത്ര പറഞ്ഞാലും തലക്കകത്ത കുറേ ആളുകളുണ്ട്. നിങ്ങളെ പോലെ തന്നെയല്ലേ ഞാനും. എനിക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പം ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ്. എനിക്കാണെങ്കിൽ ഇതിനകത്ത് കൊടുത്തേക്കുന്ന നമ്പർ മാറ്റാനും നിവർത്തിയില്ല. കാരണം അത് ഇവിടെയും യൂസ് ചെയ്യുന്ന നമ്പർ ആയതുകൊണ്ട്. മാറ്റാനല്ല, ഓഫ് ചെയ്ത് വെക്കാൻ. ബോട്ടം ഓഫ് ദ ഡെക്ക് 3 ഓഫ് കോയിൻസ്. നമ്മൾ പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതായത് ഇതൊരു മാരിറ്റൽ അഫെയർ. ഏറ്റവും കൂടുതൽ മാരിറ്റൽ അഫെയറിൽ നിൽക്കുന്നവർക്കാണ് ഈ ഒരു സ്പ്രെഡ് റിസണേറ്റ് ആവുള്ളൂ. ഓക്കെ, സിംഗിൾസിന് ഒരു 50% ഒക്കെ ഇത് റിസണേറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു പേഴ്സൺ കറൻ്റ്ലി ഒരു സെലിബ്രേഷൻ മൂഡിലാണ്. അതായത് ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു കല്യാണമോ അല്ലെങ്കിൽ അതായത് ആ പേഴ്സൺ കല്യാണം കഴിക്കുന്നതല്ല ഉദ്ദേശിച്ചത്. ചിലപ്പോൾ മാരേജുമായിട്ട് ബന്ധപ്പെട്ട്, ചിലപ്പോൾ കസിൻസിനായിരിക്കാം, ചിലപ്പോൾ നീസിനായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ എത്രയൊക്കെ ആ ഒരു കണക്ഷൻ, അതായത് ചിലർക്കൊക്കെ ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഹൗസ് വെക്കുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു സെലിബ്രേഷൻ, ഒരു പാർട്ടി മൂഡിലാണ് ഈ ഒരു പേഴ്സൺ എങ്കിലും ഒരു 10 പേര് കൂടെ ഉണ്ടെങ്കിൽ പോലും കറൻ്റ്ലി ആ പേഴ്സൺ ഇവിടെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സണ് നിങ്ങൾ തിരിച്ചു വരണം അല്ലെങ്കിൽ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നൊരാഗ്രഹം ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് വല്ല മാരേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഒരു പേഴ്സൺ നല്ല തിരക്കിലായിരിക്കാം. എത്ര തിരക്കിടെന്ന് പറഞ്ഞാലും ഈ ഒരാൾക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല. അത് എത്ര പേരുണ്ടെങ്കിലും ആളുടെ മൈൻഡിൽ ഇപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വന്നും പോയി നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ഈ ഒരു പേഴ്സണ് മൈൻഡിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ വന്നും പോയി നിൽക്കേണ്ടത്. സോ അതിന് റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഭയങ്കര ടോക്ടിക് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. മീൻസ് ആ ഒരാൾ പറയണേക്കാൾ കൂടുതലും നല്ല രീതിക്ക് സംസാരിക്കുന്ന ആ ഒരു വ്യക്തിയായിരിക്കാം. ഞാനും അങ്ങനെ തന്നെയാണ്, നല്ല രീതിക്ക് സംസാരിക്കുന്ന ഒരാളാണ്. ഈ ഒരു പേഴ്സണിന് ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഓടി വന്നാൽ കൊള്ളാം, നിങ്ങളോട് സംസാരിച്ചാൽ കൊള്ളാം, നിങ്ങളൊന്ന് കണ്ട് ഹഗ് ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു ഫീലിങ്സ് നമുക്കിവിടെ കാണിക്കാൻ പറ്റുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇംപേഷ്യൻസിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, മീൻസ് ആൾക്കും ഒന്നൊരു ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ജോലിക്ക് പോയാൽ പോലും ആ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ വന്നും പോയി ഇരിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പറയും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വാല്യൂ അറിയില്ല എന്നല്ലേ. അത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുക. ഈ പേഴ്സൺ ഇപ്പം നല്ല രീതിക്ക് നമ്മൾ പറയില്ലേ, ഹാർട്ട് ഇങ്ങനെ ഇങ്ങനെയാണെന്ന് കാണിക്കില്ലേ, ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി. അതായത് 24/7 ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കണതെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. കാരണം അത്രയ്ക്ക് ഇംപേഷ്യൻ്റ് ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളിങ്ങനെ വന്നും പോയി നിൽക്കുകയാണ്. ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നൈറ്റ് ടൈമിലാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബെഡ് ടൈമിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കാറ്. അതുവരെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതങ്ങനെ വിട്ടു പോകണ്ടാവും. കറൻലി ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ക്യൂൻ ഓഫ് കോയിൻസിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫീലിങ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഭയങ്കര അബൻഡൻസ് പ്രോസ്പെരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ഭയങ്കര ലവിങ് ആണ്, കെയറിങ് ആണ്, മദർലി നേച്ചറാണെന്നൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എഗൈൻ നിങ്ങളുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണ് നല്ല ഇഷ്ടമായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം നോക്കുന്നതൊക്കെ ഈ ഒരു പേഴ്സൺ നല്ല രീതിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ ഭയങ്കര ക്ലാസി ആയിട്ടുള്ളൊരു വുമൺ ആണെന്നാണ് ഈ ഒരു പേഴ്സൺ. വുമൺ ഓർ മാൻ, ഞാൻ വുമൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് നേരെ തിരിച്ചെടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾ നല്ല രീതിക്ക് ഗ്രൗണ്ടഡ് ആണ്. മീൻസ് ഒരു എല്ലാത്തിനും ഒരു കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ഒരു ഒരു പാർട്ട്ണർ എന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെയാണ് ഓർമ്മ വരുന്നത്.
നിങ്ങൾ ഭയങ്കര ജെനുവിൻ ആണെന്നൊക്കെ ഈ ഒരു പേഴ്സൺ അറിയാം. പക്ഷെ എന്നാൽ പോലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു പേജ് ഓഫ് കപ്സ് റിവേഴ്സ്ഡിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് ഇപ്പം നിങ്ങളുടെ ഇടയിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ഗോസ്റ്റ് ചെയ്ത് പോയതാണെങ്കിൽ പോലും ആ ഒരു വ്യക്തി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അതായത് ചെയ്ത തെറ്റെല്ലാം നേരെ ഓപ്പോസിറ്റ് നിങ്ങളുടെ തലയിലേക്ക് ഇട്ടിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. നിങ്ങൾ പോലും ചിന്തിക്കും, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ, എന്തുകൊണ്ട് എന്നിങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞ് നിങ്ങളെപ്പോലും വിശ്വസിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ പേഴ്സൺ. അയാൾക്ക് നല്ലതൊക്കെ ഒരു ഒബ്സഷൻ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് കറൻലി. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് നല്ല ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ ഉണ്ട്. മീൻസ് അയാളുടെ ഉള്ളിൽ ഒരുപാട് ഇന്നർ ചൈൽഡ്ഹുഡ് ട്രോമ ഇടപെടുന്നുണ്ട്. ചിലപ്പോൾ കുട്ടിക്കാലത്തുണ്ടായ സംഭവങ്ങളായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്തുണ്ടായ റിലേഷൻഷിപ്പിലെ സംഭവങ്ങളായിരിക്കാം. ആ ഒരു കണക്ഷൻ ആ ഒരു പേഴ്സൺ ഇന്ന് വരെ ഹീൽ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കുമ്പോൾ ഹീൽ ചെയ്യാതെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയാൽ അതേ കാര്യങ്ങൾ തന്നെ പുതിയ റിലേഷൻഷിപ്പിലും ട്രിഗർ ചെയ്യും. അതോടെ ആ റിലേഷൻഷിപ്പും ബ്രേക്ക് ആവും. സോ നിങ്ങളുടെ പേഴ്സൺ ആണ്, ഇപ്പം ഞാൻ പറയട്ടെ, നിങ്ങളുടെ പേഴ്സൺ എന്താ, ഞാൻ പറഞ്ഞു ആൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ നിന്ന്. ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഭയങ്കര ഇൻറ്റൻസ് ആയ സ്നേഹമുണ്ട്. പക്ഷെ എന്നാൽ പോലും ആൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും, ഇനി പഴയ കണക്ഷനിലെ പോലെ ഇതിനകത്ത് വരുമോ, അവളെ പോലെ ഇവൾ ചെയ്യുമോ, അല്ലെങ്കിൽ അവനെ പോലെ ഇവൻ ചെയ്യുമോ. അങ്ങനെ ചിന്തിച്ച് സ്വയം ഈ ഒരു കണക്ഷനെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ പറഞ്ഞതാണ്, ഈ ഒരു പേഴ്സൺ അതായത് നടക്കാത്തൊരു കാര്യത്തിന് നടക്കും എന്ന് വിചാരിച്ച് ഉള്ളിലിട്ട് അത് അങ്ങനെ മാനിഫെസ്റ്റ് ആക്കിയെടുക്കും. അത്ര പവറുള്ള മനുഷ്യരാണ് നിങ്ങളുടെ ഈ പേഴ്സൺ. ആർക്കും ഇത് റിസണേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ പറയാതിരിക്കാൻ ഭയങ്കര മണ്ടന. അതായത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണ്. അത് ഇങ്ങനെ ആലോചിച്ച് കൂട്ടി അത് നടത്തിയെടുക്കാൻ മിടുക്കനാണ് നിങ്ങളുടെ ഈ പേഴ്സൺ. സോ ആരും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇതുപോലത്തെ റീഡിങ്സ് കാണുമ്പോൾ എനിക്ക് ചിരി വരും സാധാരണ. അഗൈൻ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. സോ ആൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഹാർമണി ആയിട്ടുള്ള ഒരു ലൈഫ്, അതേപോലെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ബ്ലെസ്ഫുൾ ആണെന്നാണ് ആൾ ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ ആൾക്ക് അബൻഡൻസ്, പ്രോസ്പെരിറ്റി പോലുള്ള കാര്യങ്ങൾ ഭയങ്കര മെൻ്റലി ഭയങ്കര ഹാപ്പി ഉള്ള ഒരു പേഴ്സണാണ്. നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് ആ ഒരു പേഴ്സണ് ഫുൾഫിൽമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കിട്ടുക. അതേപോലെ തന്നെ ആൾ നിങ്ങളായിട്ട് ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. എഗൈൻ ആൾ ചിന്തിക്കേണ്ട ഈ ഒരു കണക്ഷനിൽ സ്റ്റെബിലിറ്റി വേണം. നിങ്ങളുണ്ടെങ്കിൽ ഓക്കെ ആണ്, അയാൾ സെറ്റാണെന്ന് തന്നെ അയാൾക്കറിയാം. മീൻസ് ഒരു എന്താ പറയുക, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്, ഒരു ചിരിയൊക്കെ ആളുടെ മൈൻഡിൽ വരണ്ടാവും. അതേപോലെ തന്നെ ആൾ ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിലൊരു ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കണക്ഷൻ ആണെന്നാണ് ഈ ഒരു പേഴ്സൻ്റെ ചിന്ത. അതായത് ദൈവമായിട്ട് കൊണ്ടുവന്ന് തന്ന ഒരു കണക്ഷൻ, യൂണിവേഴ്സ് ആയിട്ടാണ് നിങ്ങളെ കൂട്ടിച്ചേർത്തതെന്ന് വരെ ചിന്തിക്കുന്നുണ്ട്. ഐ ഹോപ്സ് എല്ലാവർക്കും കാർഡ്സ് എല്ലാം കാണാമെന്ന് അല്ലേ. ദെൻ കിങ് ഓഫ് എന്താ പറയുക കപ്സിൻ്റെ എനർജി റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് ഒരു എന്താ പറയുക ഓവർഫ്ലോയിങ് ഓഫ് ഇമോഷൻ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ആൾക്ക് തന്നെ ആ ഒരു ആളുടെ ഇമോഷൻ, ആൾ നേരത്തെ കിങ് ഓഫ് കപ്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ കിങ് ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഓവർഫ്ലോയിങ് ഓഫ് ഇമോഷൻ നിങ്ങളോട് തോന്നുന്നുണ്ട്. നിങ്ങളില്ലാത്ത ഈ സാഹചര്യത്തിൽ ആൾക്ക് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാത്തൊരവസ്ഥ. ഓക്കെ, ആളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ്ലി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പം സ്വയം മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിന് ഞാൻ ആ ഒരു വ്യക്തിയെ വേണ്ടാന്ന് വെച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് എന്നൊക്കെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആൾ ഡിപ്രസ്ഡ് ആണ്, അതേപോലെ തന്നെ നല്ലതേക്ക് മൂടിയാണ്. മീൻസ് ഒന്നിനോട് ഒരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് ഇല്ല. ഞാൻ പറഞ്ഞു കറൻലി സെലിബ്രേഷൻ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും ഒന്നിനോട് താല്പര്യമില്ല. ഇപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വൈഫ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ഇനി ആളുടെ തിങ്കിങ് തന്നെ ആയിരിക്കട്ടെ, എന്ത് തന്നെയാണെങ്കിലും ആൾക്ക് അതിലൊന്നും ഒരു ഇന്ന ഹാപ്പിനെസ് ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു ഇന്ന ഹാപ്പിനെസ് ഉണ്ടെങ്കിലേ ജീവിക്കണോണ്ട് ഒരു അർത്ഥമുള്ളൂ. ഒരു ഹാപ്പിനെസ്സും ഇല്ലാതെ ഒരാളെ കൂട്ടി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പോലും അഗൈൻ നമ്മൾ വീണ്ടും ജനനം എടുക്കേണ്ടി വരും അല്ലേ. സോ ഒരിക്കലും അങ്ങനെ ജീവിക്കാതിരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, സൊസൈറ്റി പാറ്റേൺ എന്ന് അവസാനിപ്പിക്കണോ അന്ന് നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. സൊസൈറ്റി പാറ്റേൺ അതായത് ഫാമിലി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അച്ഛൻ അമ്മ കുട്ടികൾ, അതങ്ങനെ എല്ലാവരും അവരവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. സ്വന്തം ഹാപ്പിനെസ് വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. ഒരു പരിധി വരെ കുട്ടികൾ നമ്മളെ നോക്കിയൊക്കെ നടന്നാലും ഒരു സമയം കഴിയുമ്പോൾ കുട്ടികൾ അവരുടെ കാര്യം നോക്കി മീൻസ് അവർ മാരേജ് ചെയ്യുമ്പോൾ അവരുടെ കാര്യം നോക്കി പോകും. ഈ അച്ഛനും അമ്മയും ഒരു പ്രായം വരെ അവരുടെ കാര്യം കഴിഞ്ഞ് അവരും മേലേക്ക് പോകും. അപ്പോൾ പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കാവും. ആ സമയത്താണ് നിങ്ങൾ ചിന്തിക്കേണ്ടാവുക, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. കാരണം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി ജീവിക്കാം, എന്നാലാണ് ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ സോളിൻ്റെ സന്തോഷം
അതറിയാം. സോളിന് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമ്മതിക്കുക. എല്ലാ സോൾസും 7 ജന്മവും ഒന്ന് തന്നെയായിരിക്കും. അവരുടെ എന്താ പറയുക ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ പേര്, സ്ഥലങ്ങളൊക്കെ മാറണുള്ളൂ. സോൾസ് എന്നും നമുക്ക് ഒറ്റ സോളേ ഉണ്ടാവുള്ളൂ. സോ ഓരോ ജന്മം കഴിയുമ്പോൾ സോളിനൊരു സോൾ പർപ്പസ് ഉണ്ടാവും. അടുത്ത ജന്മവും ഞാൻ ഇന്ന കാര്യം ചെയ്തോളാം എന്നുള്ളത്. ആ ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സോളിനെ സമ്മതിക്കുക. അത് സമ്മതിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിളിങ് പീരീഡൊക്കെ നമ്മുടെ സോളായിട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. എന്നിട്ട് ചോദിക്കുക, എനിക്ക് എന്താണ് വേണ്ടത്? ഞാൻ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്താ വേണ്ടത്. ഇന്നുവരെ എനിക്ക് പോലും കണ്ടെത്താൻ പറ്റില്ല എനിക്ക് എന്താ വേണ്ടത്, ആരുടെ കൂടെ ജീവിച്ചാൽ എനിക്ക് ഹാപ്പിനെസ് കിട്ടുക എന്നൊന്നും. അതങ്ങനെയാണ്. ഒരു സമയം വരെ നമുക്കത് കിട്ടത്തില്ല. നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതാണ് നിങ്ങളുടെ സോൾ സൗണ്ട്. നിങ്ങളുടെ ബ്രെയിൻ എന്താണോ പറയുന്നത് അത് നിങ്ങളുടെ സോളിന്റെ സൗണ്ടും അല്ല. അത് സൊസൈറ്റി പാറ്റേൺ അനുസരിച്ച് ജീവിക്കുന്നതാണ് ഈ മൈൻഡ് പറയുന്നത്. സോ സോളിന്റെ സൗണ്ട് കേൾക്കാൻ എപ്പോഴും നോക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യമൊന്നും ഇത്രയും ഹാപ്പിനെസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ചിന്തിക്കും, അയ്യോ ഉമ്മച്ചി എന്തു പറയും, വാപ്പച്ചി എന്തു പറയും, മനുവിൻ്റെ അടുത്ത് പറയണ്ടേ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരാളാ. ഇനി അപ്പുറത്തെ വീട്ടിലെ ഗീതാക്ഷി എന്തു പറയുന്നവരെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ആ ചിന്ത നിർത്തിയോ അന്ന് എൻ്റെ ലൈഫിൽ എനിക്ക് ഹാപ്പിനെസ് വരാൻ തുടങ്ങി. മീൻസ് ഞാൻ പാറി പറന്ന് നടക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമെന്ന്. ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. മീൻസ് ഞാൻ ഭയങ്കര ഓർത്തഡോക്സ് ആണ്. ഞാൻ ഒരു 1.5-2 വർഷമായിട്ടുള്ളൂ ഇത്രയും ചേഞ്ച് ആയിട്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചോ അതൊക്കെ എനിക്ക് നടത്തി കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്ന് ഞാനത് അവസാനിപ്പിച്ചോ അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ ആൾക്കാരുടെ ചിന്ത അന്ന് ഞാൻ സെറ്റായി കിട്ടി എനിക്ക്. സോ എല്ലാവരും അതുപോലെ ശ്രമിക്കാം. അതേപോലെ തന്നെ ചില ചോദിക്കേണ്ടി, ചേച്ചി റീഡ് ചെയ്യുമ്പോൾ എന്ത് കോൺഫിഡൻസോടെ ചെയ്യണത്, മറ്റുള്ള റീഡേഴ്സിനെ പോലെ അല്ല എന്നൊക്കെ. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന് ഓർത്ത് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈ ടെൻഷനും കാര്യം കൊണ്ടാണ് കോൺഫിഡൻസ് കുറയുന്നത്. ഒന്നും നഷ്ടപ്പെടാനില്ല, നമുക്ക് നമ്മളെ ഉള്ളൂ തീരുമാനിക്കുന്ന അന്ന് തൊട്ട് കോൺഫിഡൻസ് ലെവല് നമ്മുടെ ഹൈ ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിക്കാം. സോ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, ഫീലിംഗ്, സിറ്റുവേഷൻ. ആളിവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒട്ടും ഹാപ്പി അല്ല. അഗൈൻ ബോട്ടം ഓഫ് ദ ഡെക്ക് 3 of Cups റിവേഴ്സ്ഡ്. സോ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ഇല്ല എന്നല്ല, നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതും ഒരു മീൻസ് മെന്നാണെങ്കിൽ എടുത്തോളൂ, ട്രയാങ്കിൾ പോണിൽ പോണ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ ഇടയിൽ ഹ്യൂമൻ ബീയിങ് തന്നെയാണ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ എന്താ പറയുക, ഈ ഒരു സമയം ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സണ് അതൊന്നും ആവശ്യമില്ല. കാരണം ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളെയാണ്. നല്ല രീതിക്ക് ഒരുപാട് പാർട്ടികളും കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്തോ ഒന്ന് ആളെ ഇൻകംപ്ലീറ്റ് ആക്കണം. മീൻസ് കംപ്ലീറ്റ് ആക്കണില്ല. എത്രയൊക്കെ ഹാപ്പിനെസ് ഉണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടാവാം, ഫാമിലി കൂടെ ഉണ്ടാവാം, കുട്ടികളുണ്ടാവാം, റിലേറ്റീവ്സ് ഉണ്ടാവാം, എന്തോ ആയിക്കോട്ടെ, എന്ത് സാധനം ഉണ്ടായിട്ടും ആളിപ്പോഴും ഇൻകംപ്ലീറ്റഡ് ആണെന്നാണ് ആൾ ചിന്തിക്കുന്നത്. കാരണം എന്താ, നിങ്ങൾ കൂടെ ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ ആൾക്ക് ഫുൾഫിൽ അല്ല. സോ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ്, തോട്ട്സ്, സിറ്റുവേഷൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. റീഡിങ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിങ് ആവശ്യമുള്ളവരും ഹീലിങ്സ് ആവശ്യമുള്ളവരും താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അതിനകത്ത് DM ചെയ്യുക. ആരും കോൾ ചെയ്യരുത്, നല്ല അടി കിട്ടും. താങ്ക്